Hello everyone. ഇന്ന് ചിക്കൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചിക്കൻ ഇന്നിപ്പം ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 200 grams ചിക്കൻ ബ്രസ്റ്റ് ഇതേപോലെ തിന്നായിട്ട് കട്ട് ചെയ്തത്. നീളത്തിൽ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അമരയ്ക്ക, കൊത്തമരയ്ക്ക 100 gram, ചേന 150 grams, കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ 100 gram, പിന്നെ അരപ്പിനായിട്ട് ഒരു ഫുൾ തേങ്ങ വേണം. അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക്. അത് എരിവനുസരിച്ചിട്ട് എങ്ങനെയാ ചെയ്ത് കുറച്ച് എരിവ് ഉള്ളതാണ്, കാരണം നമ്മളിപ്പോൾ എരിവിന് പച്ചമുളക് മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തൈര് കുറച്ച് പുളിയുള്ള തൈര് തന്നെ വേണം, തൈര് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 1/2 കപ്പ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചിക്കൻ അവിയൽ ഉണ്ടാക്കുക നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം, ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടവർക്ക് കുക്കറിൽ വേവിക്കാം, ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഞാനിപ്പം എല്ലാം കൂടെ ഒരു പാനിൽ തന്നെയാണ് ചെയ്യണത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളമെല്ലാം ഒഴിക്കാതെ തന്നെ, കാരണം ഇത് ഇളവനൊക്കെ ആകുമ്പം കുമ്പളങ്ങയൊക്കെ അതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങും. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മളൊരു 10 മിനിറ്റ് ആയിട്ട് ചിക്കനും പച്ചക്കറിയും എല്ലാം വേവിക്കായിരുന്നു. ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തു. ഇനിയും വെജിറ്റബിൾസിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ തന്നെ വെള്ളം വെച്ചിട്ടാണ് ഇത് വേവണത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ചിലപ്പോൾ അടുക്കി പിടിക്കും. പച്ചക്കറി എല്ലാം ഒന്ന് വെന്തു. ചിക്കൻ വേവിച്ചത് വെള്ളത്തോടു കൂടെ തന്നെ നമുക്കിത് ചേർക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതൊന്ന് 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് നമ്മളുടെ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് നമ്മൾ നോർമൽ അവിയലിന് ചതച്ചെടുക്കില്ലേ, അതേപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്യാം. അരപ്പ് ചിക്കനിലേക്കും പച്ചക്കറിയിലേക്കും എല്ലാം ഒന്ന് പിടിക്കണം. അപ്പം അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര്. ചില നാട്ടിലൊക്കെ അവിയലിൽ തൈരല്ലേ ഒഴിക്കുക. തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് പുളിക്ക് വേണ്ടി, അപ്പോൾ കുറച്ച് പുളി എത്ര വേണോ, നല്ല പുളിയുള്ള അവിയലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണ. അവിയലിന് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്താലേ അതിൻ്റെ അവിയലിൻ്റെ ടേസ്റ്റ് വരുമല്ലോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ അവിയൽ ഇവിടെ റെഡി.